ബ്രൂണോ നാമം ചൊല്ലി കിടന്നുറങ്ങി. ബ്രൂണോയ്ക്ക് നല്ല വിശ്വാസം കണ്ട. അതായത് വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ അവൻ വന്ന് ആ വിളക്കിൻ്റെ മുന്നിൽ കിടന്നിങ്ങനെ പ്രാർത്ഥിക്കും. സാധാരണ കൊച്ചു പിള്ളേർ ഉറങ്ങണ പോലെ കണ്ട അവൻ പ്രാർത്ഥിച്ച് തമ്പായിനെ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങിപ്പോയി. ഇനി അവനെ എണിപ്പിക്കണമെങ്കിൽ ഒന്നിലെ കാക്ക പൂച്ച എന്നൊക്കെ പറയണം. കണ്ട നാമം ചൊല്ലി കൊച്ചു പിള്ളേർ കിടന്നുറങ്ങണ പോലെ അവൻ കിടന്നുറങ്ങി പോയി. ബ്രൂണോ നാമം ചൊല്ലടാ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ ചെല്ലടാ. എവിടെ കൊച്ചുറങ്ങിപ്പോയി. ഇനി ചിക്കൻ എന്ന് പറഞ്ഞാലോ എനിക്കുള്ളുന്നുണ്ട്. ചിക്കൻ വേണോ അല്ലെ കാക്ക പൂച്ച എന്തെങ്കിലും അതല്ലെങ്കിൽ പിന്നെ ഇട്ടോ എന്ന് പറഞ്ഞാൽ മതി. ഇതിപ്പോൾ സുഖനിദ്രയാണ്. പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. ഈശ്വരഭക്തിയിൽ ലയിച്ചു തീർക്കണോ അല്ലെങ്കിൽ സ്വപ്നം കണ്ട് ഉറങ്ങണോ എന്നറിയില്ല. എന്തായാലും ഒരു ഭക്തനാണ് അവൻ. എന്താ ഈശ്വരഭക്തനാണ് അവൻ. ഭക്തൻ മയങ്ങിപ്പോയതുള്ളൂ, ഉറങ്ങി. ബ്രൂണോ തമ്പായിനെ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. ചെക്കനെ നീ ചോറിനാൻ മാത്രം വിളിച്ചാൽ എനിക്കുള്ളൂ. വേണ്ട അത് കൂർക്കം വലിക്കണം. ആളീ ലോകത്തൊന്നല്ല കേട്ടോ. പാവം ഭക്തൻ ഒന്നും അറിയണില്ല. പുറത്ത് നടക്കുന്നൊന്നും അറിയില്ല. ഇതാണ് ഭക്തിയായാലും ഇങ്ങനെ വേണമെന്ന് പറയുന്നതാണ്. അതായത് എല്ലാം ത്യജിച്ച് ഭക്തിയിൽ ഇങ്ങനെ വേണം ഒരു ഭക്തൻ. വേണോ തമ്പായിനെ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങിയ കൊച്ചു എണീറ്റു. ഓ അത് പ്രാർത്ഥിക്കുന്നതായിരുന്നു കേട്ടോ, അല്ലാതെ ഉറങ്ങല്ലായിരുന്നു. ബ്രൂണോ അതെ കാലൊക്കെ നിർത്തി. നീ പോകണത് ഞാൻ പ്രാർത്ഥിക്കാന്ന്. എൻ്റെ രണ്ട് കൈ നീട്ടി വെച്ച് ട്ടോ എനിക്കടാ ചോറിനിട്ട് വരുന്ന വാ എനിക്ക്. ബ്രൂണോ എനിക്ക് ബാ ചോറുണ്ണ.